നിതിൻ അംബുജൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ് നിതിൻ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ: ഒന്ന്, കൊച്ചി കോർപ്പറേഷനിൽ ഭരണം തിരിച്ചുപിടിച്ച കോൺഗ്രസ് UDF ഭരണം തിരിച്ചുപിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മേയറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് മധ്യകേരളത്തിൽ പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ. അത് രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് സംബന്ധിച്ചാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് നേരെ നിർണായകമാണ്. കാരണം ബലാത്സംഗ കേസിൽ തിരുവനന്തപുരത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ അത് തള്ളിയെ തുടർന്നാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് വരികയും ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് കെ ബാബുവിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് പരിഗണിക്കുക. അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകനായി ഹാജരാകുന്നത്. ജാമ്യാപേക്ഷയെ സർക്കാർ എതിർക്കും. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് വിധിയെങ്കിൽ ഒരുപക്ഷെ SITക്ക് ഈ തുടരന്വേഷണം അത് പുനഃക്രമീകരിക്കേണ്ടി വരും. അതല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ് വിധിയെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പിന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയുള്ളൊരു കേസായിരുന്നു നേരത്തെ SIT എടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഹർജിയാണ് ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയെ ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏറെ നിർണായകമാണ്. രണ്ട് ബലാത്സംഗ കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. അതിലൊന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. പക്ഷേ മറ്റൊന്നിൽ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരുന്നില്ല. പിന്നീടാണ് ഹൈക്കോടതി എത്തുകയും പിന്നീട് ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞൊരു സാഹചര്യം ഉണ്ടായത്. മറ്റൊന്ന്, ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ ബന്ധപ്പെട്ട മേയറുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൽ UDFന് മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് UDF ഇത്തവണ ഭരണം തിരിച്ചുപിടിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു വിലപേശലിൽ പോകാതെ വേഗത്തിൽ തന്നെ മേയർ ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. DP മേരി വർഗീസിന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിമോളുടെ പേരും പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ കരുതലോടുകൂടിയാണ് കോർപ്പറേഷൻ ഭരണം UDF അത് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ DP മേരി വർഗീസിനെ പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഏറുന്നത്. പക്ഷേ മറ്റു ചില പേരുകളിലെ ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ മാസം 21-നാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. അതിനു മുന്നോടി തന്നെ വേഗത്തിൽ തന്നെ മേയർ ആരെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നുണ്ട്. അതിനോടുകൂടി തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കൊച്ചിയിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് തൃപ്പൂണിത്തുറ നഗരസഭയിലാണ്. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇത്തവണ NDA അത് ഭരണം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു നീക്കുപോക്ക്, രാഷ്ട്രീയ നീക്കുപോക്ക് ഇതിനും തന്നെ കോൺഗ്രസും CPM തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പരസ്യമായി അവർ ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നെങ്കിൽ പോലും ഒരു നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കുപോക്കിലേക്ക്, അതായത് BJP ഭരണത്തിൽ മാറ്റാനുള്ള രാഷ്ട്രീയ നീക്കുപോക്കിലേക്കുള്ള ചർച്ചകൾ ഇതിനും തന്നെ തൃപ്പൂണിത്തുറയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ശരി. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.